Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഡയറി മിൽക്ക് സിൽക്ക് തരുവാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയായിരിക്കും കഴിക്കുക? നിങ്ങൾ ആ ഒരു ചോക്ലേറ്റ് മൊത്തത്തിൽ കഴിക്കുമോ അതോ ആ ചോക്ലേറ്റ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ചെറിയ പീസാക്കി ആ ഓരോ ചെറിയ പീസ് നിങ്ങൾ എൻജോയ് ചെയ്ത് കഴിക്കും? അപ്പോൾ നിങ്ങൾ ഇവിടെ ഏത് രീതിയിൽ കഴിച്ചാലും ചോക്ലേറ്റിന്റെ എമൗണ്ടിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ബട്ട് നിങ്ങൾ പീസ് ആക്കിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് പേർ കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അവർ എന്നാ ചെയ്യുന്നത്? അവരുടെ നിലവിലുള്ള ഷെയർസിന് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ഷെയർസ് ആക്കി മാറ്റുവാണ്. അതിലൂടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുവാണ് അവരവിടെ. അപ്പോൾ നമ്മൾ നേരത്തെ ചോക്ലേറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ചോക്ലേറ്റിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ പീസ് ആക്കി കഴിക്കുമ്പോൾ അതുപോലെ തന്നെ കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ ത്രൂ നമുക്ക് പറയാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ 3:1 സ്റ്റോക്ക് സ്പ്ലിറ്റ്, അതിന് നമ്മൾ 3:1 സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയും. അപ്പോൾ 3:1 സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർസ് ട്രിപ്പിൾ ആകും. അതായത് ഇപ്പൊ എനിക്ക് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ 100 ഷെയർസ് ഉണ്ട്. അപ്പൊ ആ ഒരു കമ്പനി 3:1 സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യുന്നു. അപ്പൊ ആ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം എനിക്ക് ആ ഒരു കമ്പനിയിൽ ഇനി 100 ഷെയർസ് ആയിരിക്കില്ല ഉണ്ടാകുന്നത്, മറിച്ച് 300 ഷെയർസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ സപ്പോസ് ഇപ്പൊ ആ ഓവറോൾ കമ്പനി എക്സിന്റെ ടോട്ടൽ ഷെയർസ് വരുന്ന 1 കോടിയാണ് മാർക്കറ്റിലെങ്കിൽ ഇപ്പൊ അത് 3 കോടി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇമ്പാക്ട് നമ്മുടെ ഷെയർ പ്രൈസിലും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 1/3 ആയിരിക്കും. അപ്പം എക്സാക്ട്ലി 1/3 ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് സ്റ്റോക്ക് പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം എക്സാക്ട്ലി 1/3 ആവണം എന്ന് നിർബന്ധമില്ല. അപ്പൊ കമ്പനിയുടെ ഷെയർ പ്രൈസ് കുറച്ചും കൂടി അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ഷെയർ സ്പ്ലിറ്റ് നടത്തുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ആവുകയും അതുപോലെ തന്നെ ഷെയർ പ്രൈസ് ഡിക്രീസ് ആവുമ്പോൾ ലിക്വിഡിറ്റി ഇഷ്യൂ അവിടെ കുറയും. അപ്പോൾ ഷെയർ പ്രൈസ് കുറച്ചും കൂടി അഫോർഡബിൾ ആകുമ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും കൂടി കൂടും. ഇപ്പൊ റീസെന്റ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്ത 3 കമ്പനീസിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനീസിന്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 1500 crores ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം വരുന്നത് മാർക്കറ്റ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് 14th July 2022 ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ അസെൻഡിങ് ഓർഡറിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്, അതായത് ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനി നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. ഇനി നമുക്ക് ടൈം കളയാതെ ഇന്നത്തെ കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ശാന്തി എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സ് ലിമിറ്റഡ്. അപ്പോൾ ശാന്തി എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സർവീസസ് പ്രൊവൈഡിംഗ് ബിസിനസ്സിൽ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അഹമ്മദാബാദിൽ ചിരിപ്പാൽ ഗ്രൂപ്പിന്റെ ഒരു വെഞ്ചർ ആണ് ഈ ഒരു കമ്പനി. അപ്പോൾ കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി 10:1 സ്പ്ലിറ്റ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം കമ്പനിയുടെ ഷെയർസ് 10 ടൈംസ് ആകും. അപ്പം എക്സ് സ്പ്ലിറ്റ് ഡേറ്റ് വരുന്നത് 21st July 2022 ആണ്. അതായത് ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 20th Julyക്ക് മുമ്പായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ സ്ട്രോങ് ജോഗ്രഫിക്കൽ ആൻഡ് മാർക്കറ്റ് പ്രസൻസ് ആണ് ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് വരുന്നത്. ശാന്തി ഏഷ്യാറ്റി സ്കൂൾ SAS അണ്ടറിൽ ഈ ഒരു കമ്പനിക്ക് 6-ലധികം സ്കൂൾസ് റൺ ചെയ്യുന്നുണ്ട്. അതായത് കിൻഡർ ഗാർഡൻ തൊട്ട് ഹയർ സെക്കൻഡറി വരെ. ഇതിൽ ഇന്ത്യയിലെ പല സിറ്റീസിലായിട്ട് 25,000-ലധികം സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ കമ്പനിക്ക് അവരുടെ സ്വന്തം പ്രീ സ്കൂൾസ് നടത്തുന്നുണ്ട്, ശാന്തി ജൂനിയേഴ്സ് എന്ന പേരിൽ. കമ്പനിക്ക് കറന്റ് 74-ലധികം സിറ്റീസിലായിട്ട് 300-ലധികം പ്രീ സ്കൂൾസ് ആണ് ഉള്ളത്. പിന്നെ ഇത് കൂടാതെ പ്രീമിയം കാറ്റഗറി പ്രീ സ്കൂൾസ് ഉണ്ട് അവർക്ക്. അതായത് ശാന്തി ഹോപ്സ്കോച്ച് പ്രീ സ്കൂൾ, അതായത് ഒരു പ്രീമിയം ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഹൈജീൻ ആംബിയൻസ്, അതുപോലെ തന്നെ ഗ്ലോബൽ ഏർണിംഗ് പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. ഇവരുടെ മെയിൻ വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് ഡിക്ലൈൻ ആവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് 5 years നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് 16% ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് 17% ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 992.45 rupees ആണ്. പി റേഷ്യോ വരുന്നത് 1997.30 ആണ്. ഡെറ്റ് ഇക്വിറ്റി വരുന്നത് 0.05 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് -16.36 ആണ്. ROE വരുന്നത് 1.41 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് 505.90 ആണ്. 5 year റിട്ടേൺസ് വരുന്നത് 54.04 ആണ്. ഇനി 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ 200 DMA, ദാറ്റ് ഈസ് 200-day മൂവിംഗ് ആവറേജ്. അപ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബെറിഷ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 200 DMA വരുന്നത് 497.92 ആണ്. ഇനി RSIയുടെ ടേംസിൽ നോക്കുകയാണെങ്കിൽ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും, അതായത് ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് ലീഡ്
FMCG. ഇനി RSI വാല്യൂ above 70 നോർമലി ഓവർബോട്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ RSI 14 വരുന്നത് 86.2 ആണ്. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി ഹിന്ദുസ്ഥാൻ ഫുഡ്സ് ലിമിറ്റഡ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ അതായത് ഒരു മാനുഫാക്ചറിംഗ് കമ്പനി വേറൊരു കമ്പനിക്ക് വേണ്ടി ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിലേക്ക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഇവർ മെയിൻലി ഇൻവോൾവ് ആയിട്ടുള്ള FMCG പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിംഗിലാണ്. അപ്പോൾ FMCG പ്രൊഡക്ട്സ് ഇൻക്ലൂഡിംഗ് ഫുഡ്, ഹോം കെയർ, പേഴ്സണൽ കെയർ, ബിവറേജസ് ഒക്കെയാണ്. അപ്പോൾ ഇതുകൂടാതെ കമ്പനിക്ക് ലെതർ, ഫുഡ്വെയർ, അതുപോലെ തന്നെ ആക്സസറീസിന്റെ മാനുഫാക്ചറിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ ഫുഡ്സ് കറന്റ് 10:2 സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം നമ്പർ ഓഫ് ഷെയർസ് 5 ടൈംസ് ആകും. സ്പ്ലിറ്റ് ഡേറ്റ് വരുന്നത് 21 ജൂലൈ 2022 ആണ്. അതായത് 20th ജൂലൈയോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഷെയർസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ സ്പ്ലിറ്റ് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. ഇനി ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ക്ലയൻസ്, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ ഫുഡ് ആൻഡ് ബിവറേജസ്, ഹോം ആൻഡ് പേഴ്സണൽ കെയർ, ക്ലോത്തിങ്സ്, ലെതർ പ്രൊഡക്ട്സിലേക്കൊക്കെ ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ കമ്പനിക്ക് ഇതുപോലെ ഒരു ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫൈഡ് പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവർ ഇന്ത്യയിലെ ടോപ്പ് FMCG പ്ലേയേഴ്സിനെ ഒക്കെ തന്നെ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്, പെപ്സിക്കോ, ITC, GSK ഒക്കെ. ഇതുകൂടാതെ ഇവർ നാഷണൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബ്രാൻഡ്സിനൊക്കെ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വിപ്രോ, ബോംബെ ഷേവിംഗ് കമ്പനി, US പോളോ, ലൂയിസ് ഫിലിപ്പിനൊക്കെ. ഇവരൊരു കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലയൻസ് ആയിട്ട് ഇവർക്ക് ലോങ് സ്റ്റാൻഡിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ക്ലയൻസിനൊക്കെ ലോങ് ടേമിലേക്ക് റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയിന് ഇതിലേക്ക് ഒരു അഡ്വേഴ്സ് എഫക്ട് ഇവർക്ക് ഉണ്ടാവില്ല. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലുള്ള ഡീഗ്രഡേഷൻ ആണ്. അപ്പോൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഡെലിവറി ഷെഡ്യൂളിൽ എന്തെങ്കിലും ഒരു ഡിലേ വന്നാൽ അത് കമ്പനിയുടെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഒരു ബ്രീച്ച് ആവും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നാൽ അത് ലോങ് സ്റ്റാൻഡിംഗ് റെപ്യൂട്ടേഷനെ ബാധിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് വന്ന് 2005.05 റുപ്പീസ് ആണ്. പി റേഷ്യോ വന്ന് 101.30 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വന്ന് 1.15 ആണ്. 5 years സെയിൽസ് CAGR വന്ന് നില്ലാണ്. ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റഡ് ആയിട്ട് 5 years കംപ്ലീറ്റഡ് ആയിട്ടില്ല. ഇനി ROE വന്ന് 16.97 ആണ്. 1 year റിട്ടേൺ വന്ന് 0.40 ആണ്. 5 year റിട്ടേൺസ് വന്ന് 59.20 ആണ്. 200 DMA വന്ന് 1872.55 ആണ്. RSI 14 വന്ന് 68.4 ആണ്. ഇനി നമ്മുടെ തേർഡ് കമ്പനി ടാറ്റ സ്റ്റീൽസ് ആണ്. ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ടാറ്റ സ്റ്റീൽസ് ലിമിറ്റഡ്. അപ്പോൾ ഏഷ്യയിലെ ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് പ്രൈവറ്റ് സ്റ്റീൽ കമ്പനിയാണ്. 1907 എസ്റ്റാബ്ലിഷ് ആയേക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ പ്രസൻസ് വരുന്നത് മൈനിങ്, പ്രോസസിംഗ് ഓഫ് അയൺ ഓർ ആൻഡ് കോൾ തൊട്ട് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫിനിഷ് പ്രൊഡക്ട്സ് വരെയാണ്. അപ്പോൾ ടാറ്റ സ്റ്റീൽസ് കറന്റ് 10:1 സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം നമ്പർ ഓഫ് ഷെയർസ് 10 ടൈംസ് ആകും. സ്പ്ലിറ്റ് ഡേറ്റ് വരുന്നത് 28 ജൂലൈ 2022 ആണ്. അതായത് നിങ്ങൾ 27 ജൂലൈയോ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഷെയർസ് വാങ്ങിയാൽ നിങ്ങൾ സ്റ്റോക്ക് സ്പ്ലിറ്റിന് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ ആണ് ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഇവർക്ക് വൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണുള്ളത്. അപ്പോൾ ഇതിലൂടെ ഇവർക്ക് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവരുടെ സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതുകൂടാതെ ടാറ്റ ഗ്രൂപ്പിന്റെ ബ്രാൻഡ് ഇവർക്ക് ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒരു സ്ട്രോങ് ബ്രാൻഡ് ഇക്വിറ്റി ആണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ മെയിൻ വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റൽ പ്രൈസ്, അതുപോലെ തന്നെ റോ മെറ്റീരിയലുള്ള വോളറ്റിലിറ്റി, അതുപോലെ ഹൈ റെഗുലാരിറ്റി റിസ്ക്, അതുപോലെ തന്നെ ഹൈ ഇമ്പോർട്ട് റിസ്ക്, അതുപോലെ തന്നെ ഡിമാൻഡ് സൈക്ലിക്കാലിറ്റിയിലേക്കൊക്കെ ഹെവിലി എക്സ്പോസ്ഡ് ആണ് ഈ ഒരു കമ്പനി. കമ്പനിയുടെ മേജർ കമ്പോണൻസ് വരുന്നത് കോക്കിംഗ് കോൾ ആണ്. അപ്പോൾ ഇതിന്റെ എന്തെങ്കിലും ഒരു സപ്ലൈ സൈഡ് ഇഷ്യൂ ഉണ്ടായാൽ അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അതുപോലെ കപ്പാസിറ്റി യൂട്ടിലൈസേഷനിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ ടാറ്റ സ്റ്റീലിന്റെ 50% ബിസിനസ് വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. പക്ഷേ ഇവിടെ യൂറോപ്പിലെ ഓപ്പറേഷൻ ഫ്രാഗ്മെന്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോക്കൽ സപ്ലൈസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 908.10 റുപ്പീസ് ആണ്. പി റേഷ്യോ വരുന്നത് 2.80 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.66 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 16.79 ആണ്. ROE വരുന്നത് 42.60 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് -27.30 ആണ്. 5 year റിട്ടേൺസ് വരുന്നത് 11.21 ആണ്. 200 DMA വരുന്നത് 1116.91 ആണ്. RSI 14 വരുന്നത് 45.4 ആണ്. ഇതാണ് സ്പ്ലിറ്റ് ഡേറ്റ് അടുത്ത് വരാനിരിക്കുന്ന 3 കമ്പനീസ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ വീണ്ടും ഇവിടെ നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കണ്ട. നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.